കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു കേര മീൻ കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു സൈസ്. അപ്പം അതിൻ്റെ തല ഇത്. ബാക്കി മീനെല്ലാം വെട്ടി ക്ലീനാക്കി വെച്ചു. മുള്ളും തലയെല്ലാം കൂടി ഇട്ടൊരു കറി വെക്കാനാണ്. വലിയ എരിയില്ലാത്ത കറിയായിരുന്നു വെക്കുന്നത്. കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്കും കൂടെ കൂട്ടാൻ തകർന്ന പോലെ എരി ചേർക്കത്തുള്ളൂ. നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. മീനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ക്ലീനാക്കി. നമുക്കിന്നിവിടെ ചൂരമീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. അതിന് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പി വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളി, നല്ല 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4 കഷ്ണം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, നമ്മുടെ ചെറിയുള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 3 കണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിലോട്ടിടാം. നമുക്ക് കേരയ്ക്കും ചൂരയ്ക്കും ഒക്കെ ചെറുതായിട്ടൊരു പുളിരസമുള്ള മീനാണ്. അതുകൊണ്ട് കുടംപുളി അധികം ചേർക്കണ്ട. ഇതിപ്പോൾ 2 കഷ്ണം കീറി ചെറുതായിട്ട് കീറി ഇത്രയാക്കിയതാണ്. അത് കഴുകി വൃത്തിയാക്കി അതിനകത്തിടുക. ഒരു ചെറിയ ടീസ്പൂൺ ഉലുവാപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി, ചൂരയാ മീൻ കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മുളകിൻ്റെ അരപ്പ് കരിയായിരിക്കാൻ നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ടീസ്പൂണാണ്. അതിനൊരു 1.5 സ്പൂൺ ഉപ്പിടാം. ഒക്കെ ഇതൊന്ന് മൂടി വയ്ക്കാം, തിളക്കട്ടെ. കേരക്കറിക്ക് വെച്ച അരപ്പ് തിളച്ചിട്ടുണ്ടോ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ മീൻ പുറക്കിടാം. നമ്മുടെ തല ഒരു സൈഡിൽ കിടന്നോട്ടെ. നമുക്ക് ചട്ടി ഒന്ന് കുലുക്കി വയ്ക്കാം, എല്ലാത്തിലും ഒന്ന് ആവട്ടെ. ഇതിനി മൂടി വയ്ക്കാം, നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ കേരക്കറി തിളച്ചോ നോക്കാം. തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. മീൻ കറി നമുക്ക് റെഡിയായോ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മീൻ കറി തയ്യാറായി, നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.